ഇസ്രായേല് ഫലസ്തീനിലെ ജനങ്ങളോട് നടത്തുന്ന നരനായാട്ടിന്റെയും ക്രൂരതയുടെയും ദൃശ്യങ്ങളും വാർത്തകളും നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല അല്ലെ. ഈ ഒക്ടോബർ 7 അറ്റാക്കിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തിയത് എത്രത്തോളം വലിയ ക്രൂരതകളാണ്, എത്രത്തോളം വലിയ യുദ്ധക്കുറ്റങ്ങളാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതായത് സ്കൂളുകളിൽ ബോംബിടുക, അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ ബോംബിടുക, ഇങ്ങനെ സ്ത്രീകളെയും കുട്ടികളെയും അറ്റാക്ക്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേൽ ചെയ്യുന്നുണ്ടല്ലേ ലോകത്ത്. പക്ഷെ അന്ന് കുറെ രാജ്യങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതിനെതിരെ കൃത്യമായ ഓപ്പോസിഷൻ നിലപാട് അന്ന് എടുത്തിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട്. അപ്പൊ അതില് മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം മെജോറിറ്റി കൺട്രീസ് ആണ് ബേസിക്കലി അതിന്റെ ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഇറാൻ, ഖത്തർ, തുർക്കി, സൗദി അറേബ്യ, ജോർഡാൻ, ഈജിപ്ത്, കുവൈത്ത്, ഇറാഖ്, സിറിയ ഇത്രയും രാജ്യങ്ങൾ ശക്തമായ നിലപാടെടുത്തു. ഇനി കുറച്ചും കൂടി ഒരു ഡിപ്ലോമാറ്റിക് ഓപ്പോസിഷൻ എടുത്തിട്ടുള്ള ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഉണ്ടായിരുന്നു. ബൊളീവിയ, കൊളംബിയ, ചിലി, നിക്കരാഗുവ പോലെയുള്ള രാജ്യങ്ങളൊക്കെ അതിനെ ഒരു ഡിപ്ലോമാറ്റിക് ഒപ്പോസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആഫ്രിക്കയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക ആൻഡ് നമീബിയ. ഇതിനകത്ത് സൗത്ത് ആഫ്രിക്ക അന്ന് ഈ ഇസ്രായേൽ നടത്തുന്ന ജെനോസൈഡ് ആണെന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പരാതി നൽകിയ ആ കേസ് മുന്നോട്ട് പോയി അതിൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള യുദ്ധക്കുറ്റമാണ് ചെയ്തത് വരെ എന്നുള്ള ലെവലിലോട്ട് വരെ ആ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഏഷ്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്തോനേഷ്യ, മലേഷ്യ, ചൈന നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും വലിയ സ്ട്രോങ്ങർ നിലപാടുകളല്ല. പിന്നെ ഒരു മേജർ പവർ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റഷ്യയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇത്തരം രാജ്യങ്ങളാണ്, ഏകദേശം 100-200 രാജ്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ കൂടെ ഇത്തരം രാജ്യങ്ങൾ മാത്രമാണ് അതിനെതിരെ ഒരു നിലപാട് അന്ന് എടുത്തത്. അപ്പോ 2024 ഇസ്രായേല് ഫലസ്തീനിലെ ഒരു ബാലനോട് ചെയ്ത ക്രൂരത, ആ വീഡിയോ അന്ന് തന്നെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അവനെ തൊഴിക്കുകയും അവനെ കൊല്ലുകയും അവസാനം ആ ബിൽഡിങ്ങിന്റെ മുകളിൽ താഴെയിടുകയൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ് അത്. ഇപ്പൊ ആ വീഡിയോ സൗത്ത് കൊറിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജെം യോങ് ലി എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അന്ന് ഇസ്രായേൽ ചെയ്തത് എത്ര വലിയ ക്രൂരതയാണ്, അത് ജനോസൈഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തത്. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ പതാകക്കകത്ത് സ്വസ്തികയുടെ ചിഹ്നം വെച്ചിട്ട് നാർസികളാണ് ബേസിക്കലി, നാർസിസ്റ്റ് സ്വഭാവമാണ് ബേസിക്കലി ഇസ്രായേൽ കാണിക്കുന്നത് എന്നുള്ളത് ഒരു പോളിഷ് MP കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ 2024 നടന്ന ഒരു സംഭവത്തിനെതിരെ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ആ അത്രയും വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള ഒരു കാര്യത്തിന്റെ വീഡിയോ ഇപ്പോഴാണോ പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴാണോ ഇതിനെതിരെ പ്രതികരിക്കാനുള്ള നാവ് ഈ രാജ്യങ്ങൾക്ക് ഉണ്ടായെന്നുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ മുന്നോട്ട് വെക്കാനുള്ളത് എന്നുള്ളതാണ്. ഇത് അത്രയും ക്രൂരത നടക്കുകയും അത്രയും ജനോസൈഡ് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ കൂടെ അത്രയും വലിയ അറ്റാക്ക് ആ ഒരു 40 സ്ക്വയർ കിലോമീറ്ററിന്റെ ഉള്ളിൽ വരുന്ന ഗസയിലോട്ട് നടത്തുകയും ചെയ്ത സമയത്തൊന്നും തന്നെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആരും വന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ലോക ശക്തികൾ എന്ന് പറയുന്ന ആൾക്കാർ ആരും അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോ ഈ ഇറാൻ ആൻഡ് അമേരിക്ക ഈ ഒരു കോണ്ടെക്സ്റ്റിലോട്ട് വരുന്ന സമയത്ത് ലോകത്ത് അമേരിക്ക ഒറ്റപ്പെട്ടു എന്ന് കാണുകയും അതേപോലെ തന്നെ ഇറ്റലി, സ്പെയിന് പോലെയുള്ള രാജ്യങ്ങൾ ഇവർക്കെതിരായിട്ടുള്ള നിലപാടുകൾ എടുത്തു തുടങ്ങാൻ കൂടെ ചെയ്തപ്പോഴാണോ ഇവരുടെയൊക്കെ നാക്ക് പൊങ്ങിയ എന്നുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വെക്കാനുള്ളത്. അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ തടുക്കാനോ അതിനെ നിർത്താനോ ഒരു തരത്തിലുള്ള സ്റ്റെപ്പും എടുക്കാത്ത ആൾക്കാരാണ് ഇപ്പൊ വന്നിട്ട് ഇതിനെതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ജോം യോങ് ലീനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലിബറൽ ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടുള്ള ഒരാളാണ് ജോം യോങ് ലി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഭരണകൂടങ്ങളുടെ പണവും സമ്പത്തും ഉപയോഗിക്കേണ്ടത് പാവപ്പെട്ട ജനങ്ങളെ അപ്ബ്രിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടാണെന്നുള്ള നിലപാടെടുക്കുന്ന ഒരാളും കൂടിയാണ്. മാത്രമല്ല പുള്ളിയുടെ നിലപാടുകൾ ഏറ്റവും ശ്രദ്ധമായിട്ടുള്ളത് എലൈറ്റ് ഗ്രൂപ്പുകളുടെ ഗവൺമെന്റിനും അതേപോലെ തന്നെ പവർ സ്ട്രക്ചറിലും ഉള്ള ആ ഒരു സ്വാധീനം കുറച്ചു കൊണ്ടുവരണം എന്നുള്ള നിലപാടെടുത്തത് മൂലമാണ് ഈ പറയുന്ന ജോം യോങ് ലി ലോക രാഷ്ട്രീയത്തിൽ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ കൂടെ ഇത് നടക്കുന്ന സമയത്ത് ആരും സംസാരിക്കുകയോ ആരും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നിലപാടെടുക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. പലതരത്തിലുള്ള UN റെസൊല്യൂഷൻസ് അന്ന് UN കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനെല്ലാം അമേരിക്ക വീറ്റോ ചെയ്ത് പോവുകയാണ് ചെയ്തത്. ആ 5 സെക്യൂരിറ്റി കൗൺസിലുള്ള 5 രാജ്യങ്ങളും 4 രാജ്യങ്ങളും അതിനെ അനുകൂലിക്കുന്ന സമയത്ത് അന്നും അമേരിക്ക അതിനെ വീറ്റോ ചെയ്ത് പോവുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോ
നാറ്റോ അമേരിക്ക എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നിലപാടെടുക്കുകയും നാറ്റോ വേറെ സഖ്യങ്ങൾ രൂപീകരിക്കുന്ന അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വേറെ സഖ്യങ്ങൾ രൂപീകരിക്കുന്ന രീതിയിലോട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുകയും കൂടെ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന അമേരിക്ക എന്ന് പറയുന്ന ശക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും എന്നുള്ള തോന്നലും കൂടെ ഉണ്ടാവുന്നത്. അത് മാത്രമല്ല, ഇറ്റലി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്മെന്റ്, അതായത് മിലിറ്ററി സഹകരണങ്ങളിൽ നടക്കമുള്ള കംപ്ലീറ്റ് ഡിറ്റാച്ച്മെന്റിലോട്ട് ഇറ്റലി പോകുന്നു. അതേപോലെ തന്നെ സ്പെയിൻ ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലിനെ വിമർശിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നു. ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകാത്ത രീതിയിലോട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ മാറുന്നു. സൗത്ത് ആഫ്രിക്ക ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇസ്രായേലിനെതിരെ, നെതന്യാഹുവിനെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ആൾക്കാർ ചെയ്തു തുടങ്ങുമ്പോഴാണ് ഇവർക്കെല്ലാം നാക്ക് പൊങ്ങിയെന്നുള്ളതാണ്. ഏകദേശം 10,70,000 ആൾക്കാർ, അതിൽ തന്നെ മെജോറിറ്റി കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെട്ട സമയത്ത് ആരും തന്നെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മിണ്ടുകയോ അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുകയോ ചെയ്തില്ല എന്നുള്ള കാര്യം കൂടെ ഈ കാര്യങ്ങൾ ഇപ്പൊ പോസ്റ്റ് ചെയ്ത് ഇപ്പൊ ഇതിനെ കൊട്ടിഘോഷിച്ച് കൊണ്ടു നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്ര അധികം വിസിബിലിറ്റി സാധനത്തിന് കൊടുക്കുന്ന സമയത്ത് അന്നുണ്ടായില്ല എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്.